ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള വോളിയം എന്ന പാഠഭാഗമാണ്. വ്യാപ്തം നമ്മളിതിൻ്റെ മലയാളം മീഡിയം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. 1ഉം 2ഉം ചാപ്റ്ററും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർ തീർച്ചയായിട്ടും പോയി കാണണം. ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത്. ലാർജ് ആൻഡ് സ്മോൾ എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. ആതിര ഹാസ് കളക്റ്റഡ് മെനി തിങ്സ് ആൻഡ് ഹാസ് അറേഞ്ച്ഡ് ദം ഇൻ ടു ഡിഫറെൻറ്റ് ലോഡ്സ്. അപ്പോൾ ആതിര കുറേ വസ്തുക്കൾ ശേഖരിച്ചിട്ട് ഇങ്ങനെ എന്തായിട്ടാണ് ഓരോ ഡിഫറെൻറ്റ് ലോഡ്സ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ 2 തിങ്സ് ഫ്രം ദ ഫസ്റ്റ് ലോട്ട്. അപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ നിന്നുള്ള 2 സാധനങ്ങളാണ് ഇത് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ഇതും രണ്ടാമത്തേത് ഇതും. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ബിഗ്ഗസ്റ്റ്? ഇതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? ഇതാണല്ലേ, ഇതാണ് ഏറ്റവും ബിഗ് എന്ന് പറയുന്നത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ബിക്കോസ് ഇതിൻ്റെ ലെങ്ത് ഇത്രയും അധികമുണ്ട്, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലെങ്ത് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നൗ ലുക്ക് അറ്റ് ദ 2 തിങ്സ് ഫ്രം ദ സെക്കൻഡ് ലോട്ട്. അപ്പോൾ സെക്കൻഡ് ലോട്ടിലുള്ളത് ഏതൊക്കെയാണ്? ഇത് നോക്കൂ. ഇതിൽ ഏതാണ് ബിഗ്? ഇതാണ് ബിഗ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ലെങ്ത്തും നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ബിഗ്ഗർ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബിഗ്ഗർ എന്ന് മനസ്സിലായത്? അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണല്ലേ, ലെങ്ത്തും വിഡ്ത്തും നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ ബിഗ്ഗർ ഓഫ് 2 സ്റ്റിക്സ് വി നീഡ് ഓൺലി മെഷർ ദെയർ ലെങ്ത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള 2 സ്റ്റിക്കിൽ നിന്നും അതിൻ്റെ ലെങ്ത്ത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൽ ഏതാണ് ബിഗ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വാട്ട് അബൌട്ട് 2 റെക്റ്റാങ്കിൾസ്? ഇനി താഴെയുള്ള 2 റെക്റ്റാങ്കിൾസ് ആണെങ്കിലോ അതിൻ്റെ എന്ത് കാണണം? ലെങ്ത്തും അറിയണം, വിഡ്ത്തും നമുക്ക് മനസ്സിലാക്കണം. ദെൻ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ലുക്ക് അറ്റ് 2 വുഡൻ ബ്ലോക്ക് ഫ്രം ദ ആതിരാസ് കളക്ഷൻ. അപ്പോൾ ആതിരയുടെ കളക്ഷനിലുള്ള 2 വുഡൻ ബ്ലോക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിച്ച് ഈസ് ലാർജർ? ഇതിൽ ഏതാണ് ലാർജർ എന്ന് പറയുന്നത്? ഇതാണല്ലേ, കാരണം ഇതാണ് ലാർജർ. കാരണം ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് ഏകദേശം കണ്ടപ്പോൾ ഇതാണ് ബിഗ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഹൗ ഡിഡ് യു ഡിസൈഡ്? നൗ ലുക്ക് അറ്റ് ദീസ് 2. അപ്പോൾ താഴെയുള്ള 2 നോക്കൂ നിങ്ങൾ. ഇതിൽ ഏതാണ് ബിഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? വിച്ച് ഈസ് ലാർജർ? ഏതാണ് ലാർജർ? ലെറ്റ് സി ഹൗ വി ക്യാൻ ഡിസൈഡ്. എങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ എന്ത് മനസ്സിലാക്കണം? ഇത്രയും വീതി കാണുന്നുണ്ട്, ഇതും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഏരിയ അത് എത്രയുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്? സൈസ് ഓഫ് റെക്റ്റാങ്കുലർ. അപ്പോൾ റെക്റ്റാങ്കുലറിൻ്റെ സൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ലുക്ക് അറ്റ് ദീസ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇവിടെ റെക്റ്റാങ്കുലർ ബ്ലോക്ക് നോക്ക് നിങ്ങൾ. ദേ ആർ ഓൾ മെയ്ഡ് ബൈ സാക്കിങ് സ്മോളർ ബ്ലോക്സ് ഓഫ് സെയിം സൈസ്. അപ്പോൾ സെയിം സൈസിലുള്ള ചെറിയ ചെറിയ ബ്ലോക്സ്, സ്മോളർ ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ വിച്ച് ഓഫ് ദം ഈസ് ദ ലാർജസ്റ്റ്? ഇതിൽ ഏതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്? നമുക്കിതിലെ ഓരോ ബ്ലോക്കും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് ഏതാണെന്ന് ഫൈൻഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിലെ ഏറ്റവും വലുത് ഏതാണെന്ന്. വി നീഡ് ഓൺലി കൗണ്ട് ദ ലിറ്റിൽ ബ്ലോക്സ് ഇൻ ഈച്ച് റൈറ്റ്. അങ്ങനെ തന്നെയാണല്ലേ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലിറ്റിൽ ബ്ലോക്സ് മെയ്ഡ് അപ്പ് ഓഫ് ഈച്ച് ദ ബ്ലോക്സ് ബിലോ? അപ്പോൾ താഴെയുള്ളതിലെ ഓരോന്നിലെയും ഓരോ ബ്ലോക്സും എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഓരോന്ന് 1 by 1 എണ്ണി നോക്കണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1 2 3 4 അല്ലേ, 4 ആണ്. ഇവിടെ 5, ഇവിടെ 6, 4 5 6. ഇനി ഇതിൻ്റെയും താഴെയായിട്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടാവും അല്ലേ, 7 ഉണ്ടായിരിക്കും. ഇപ്പുറത്ത് 8 ഉണ്ടായിരിക്കും. അപ്പോൾ 8 ബ്ലോക്സ് ആണ് ഇതിലുള്ളത്. ഇതിൽ 1 2 3 4 5 ആണ് ഇതിലുള്ളത്. 6 ആണുള്ളത്. 1 2 3 4 5 അല്ലേ. ഇവിടെ ഉള്ളത് 5 ബ്ലോക്സ് ആണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ബിഗ്ഗസ്റ്റ് വൺ അല്ലെങ്കിൽ ലാർജസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഈസ് ദർ എ ക്വിക്ക് വേ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ലിറ്റിൽ ബ്ലോക്സ് ഇൻ ഈച്ച് വിത്തൗട്ട് ആക്ച്വലി കൗണ്ടിങ് ഇറ്റ് ഓൾ? അപ്പോൾ ഇത് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ കൗണ്ട് ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ നോക്കൂ, നമ്മൾ നോക്കുക 1 2 3 4. ഇവിടെയോ ഇവിടെ 2 ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ 4ൻ്റെ ഡബിൾ നമ്മൾ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്
How many small cubes are used to make this large cube? If one small block is removed from each corner of the large block, how many would be left? അഥവാ ഇതിന് ആകെ എത്ര ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇത് എണ്ണി നോക്കണം എത്ര ഉണ്ടെന്നല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 1 2 3 4, ഇവിടെയോ 2 3 4. അപ്പോൾ 4 × 4 നോക്കിയാൽ മതി. 4 × 4 16. അപ്പോൾ ഇതിലാകെ ഉള്ളത് എത്രയാണ്? 16 ആണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോ മൂലയിൽ നിന്നും ഓരോ കട്ട വീതം മാറ്റിയാൽ ബാക്കി എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൂലയിൽ നിന്നും ഇത് മാറ്റും, ഇത് മാറ്റും, ഇത് മാറ്റും, ഇത് മാറ്റും. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 3 × 3 9 ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി വിച്ച് ഓഫ് ദീസ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്? ഇതിൽ ഏറ്റവും ലാർജ് ഏതാണ്, ഏറ്റവും സ്മോൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഏതാണ് ലാർജ്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇതാണ് ലാർജ് എന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഏറ്റവും സ്മോൾ ഇതാണ്. കാരണം ഇവിടെ 1 2 അതുപോലെ തന്നെ 1 2 3 4 അഥവാ 4 × 2 ആണ് 8 ആണുള്ളത്. ഇവിടെ അതിനേക്കാളും കൂടുതലുണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. Then look at these blocks. How many small blocks are there in each? Or do they have the same size? ഇവിടെ ഓരോന്നും സെയിം സൈസ് ആണോ? ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് എത്ര ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 1 2. അപ്പോൾ 6 × 2 ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക്? 12 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കൂ. 1 2 3 4 5 6. ഇവിടെയും 6 ആണ്. ഇവിടെ 1 2 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയും 12 ആണുള്ളത്. അപ്പോൾ സെയിം സൈസ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ടു കമ്പയർ സൈസസ് ബൈ ജസ്റ്റ് കൗണ്ടിങ് വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ബ്ലോക്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ബോത്ത്. അപ്പോൾ എണ്ണം നോക്കി വലിപ്പം പറയണമെങ്കിൽ രണ്ടിലെയും ചെറിയ കട്ടകൾ എങ്ങനെ വലിപ്പം സെയിം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സൈസ് ആസ് നമ്പർ എന്താണ്? വലിപ്പത്തിൻ്റെ സംഖ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചർ നോക്കൂ കൂട്ടുകാരെ. ഇവിടെ എന്താണ്? സ്മോൾ ബ്ലോക്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അല്ലേ. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അതിന് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അതായത് 4 വശങ്ങളും 4 കോർണേഴ്സും ഓരോ സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോഴോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ആർ ഇൻ ഇറ്റ്? ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉള്ള എത്ര സൈഡ്സ് ആണ് അവിടെ ഉള്ളത്? 4 സൈഡ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 12 എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ 12 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് യൂസ്ഡ് 1 സെൻറ്റിമീറ്റർ ഈസ് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദ ഏരിയ ഓഫ് ദ ഓൾ റെക്റ്റാങ്കിൾ ഈസ് 12 സ്ക്വയർ. അഥവാ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അഥവാ മൊത്തത്തിൽ ഇതിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഓൾ സൈഡ്സ് ഓഫ് ദ ലാർജ് ക്യൂബ് ആർ പെയിൻറ്റഡ്. ഈ സ്ക്വയറിൻ്റെ എല്ലാ വശവും പെയിൻ്റ് അടിക്കുന്ന, ഒരു വശത്ത് പെയിൻ്റ് അടിക്കാത്ത എത്ര കട്ടകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഉണ്ടായിരിക്കും? ഒരു വശം മാത്രമാണ് പെയിൻ്റ് അടിക്കാത്തത് അല്ലേ. അഥവാ ഇത് മാത്രമാണ് പെയിൻ്റ് അടിക്കാത്തത്. അപ്പോൾ ഇത് എത്രയാണെന്ന്? 1 2 3 നോക്കുക. താഴേക്ക് 3 ആണ്. 2 3. അപ്പോൾ എത്രയാണ്? 3 × 3 9 ആണ് അവിടെ പെയിൻറ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നൗ ലുക്ക് അറ്റ് ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് നിങ്ങൾ നോക്കൂ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു വശങ്ങളുടെ എല്ലാം നീളം 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ഹൗ മെനി, ഇതിൽ എത്രയാണുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആദ്യം ഇതിൻ്റെ ലെങ്ത് നോക്കണം അല്ലേ. 1 2 3 4 5 ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 × 3 ചെയ്ത് നോക്കണം. എത്രയാണ് 5 × 3 എന്ന് പറയുന്നത്? 15 ആണ്. അപ്പോൾ 15 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ്. ഇതേപോലെ തന്നെ താഴെയുണ്ട് അല്ലേ. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 15 വരും. അപ്പോൾ 15 + 15 എന്ന് പറയുന്നത് 30 ആണ്. So the size of the block is equal to 30 such cubes. അവിടെ 30
ചെറിയ കട്ടകളുടെ വലിപ്പത്തിനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൈസ് മെഷേർഡ് ലൈക്ക് ദിസ് കോൾഡ് വോളിയം ഇൻ മാത്തമാറ്റിക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ഇതുപോലെ അതിൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് വോളിയം എന്ന് പറയുക, അഥവാ അളക്കുന്ന വലിപ്പത്തിനെയാണ് പറയുന്നത്. വി സേ ദാറ്റ് എ ക്യൂബ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ആസ് എ വോളിയം ഓഫ് 1 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്വയറിൻ്റെ മൊത്തം വോളിയം നമ്മൾ എങ്ങനെ പറയാ? 1 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 ക്യൂബിക് മീറ്റർ എന്ന് എഴുതുന്നത്, അല്ലെങ്കിൽ 1 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതുന്നത് 1 എഴുതിയതിന് ശേഷം ഓക്കെ നമ്മൾ എന്ത് എഴുതും? സെന്റിമീറ്റർ എന്നിട്ട് മേലെ 3 എന്നിട്ട് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ 1 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 30 സച്ച് ക്യൂബ്സ് മേക്ക് ദ ലാർജ് ബ്ലോക്ക് ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ്? 30 ഇതുപോലെയുള്ള സമചതുര കട്ടുകൾ വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ബ്ലോക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ്സ് വോളിയം ഈസ് 30 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 30 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. All blocks shown below are made up of cubes of 1 centimeter. Calculate the volume of each. അപ്പോൾ ഇവിടെ എന്താണ്? ഈ തന്ന ബ്ലോക്സ് എല്ലാം 1 സെന്റിമീറ്ററിലുള്ള ചെറിയ സമചതുര കട്ടുകൾ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ പിക്ചറായിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് വോളിയം കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വോളിയം കണക്കാക്കുക. വോളിയം കണക്കാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം. ഓക്കെ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്കിതിൻ്റെ വോളിയം കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് എഴുതാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1, 2, 3, 4 ഓരോന്നും 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് എങ്ങനെയാണ് നോക്കുക? 1, 2, 3, 4 ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ B = 4 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് താഴേക്ക് നോക്കുക. 2, 3, 4 ഹൈറ്റ് എത്രയാണ്? 4 എന്ന് കിട്ടി. ഇനി V = വോളിയത്തിന് V എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. V = 4 × 4 × 4. ഓക്കെ, അപ്പോൾ 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 16. 16 × 4 നോക്കുക. 16 × 4 എത്രയാണ്? 64. അപ്പോൾ എത്രയാണ്? 64 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ മേലെ 3 ഇട്ട് കൊടുക്കുക, അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി ഇതാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്. ഇതിലെന്താണ്? L × B × H ആണ്. നമുക്കിപ്പോൾ മനസ്സിലായതാണല്ലേ. V = L × B × H. ഇവിടെ L എന്ന് പറയുന്നത് 1, 2 2 L എന്ന് പറയുന്നത്. ഇനി B എന്ന് പറയുന്നത് 1, 2 2 B എന്ന് പറയുന്നത്. ഹൈറ്റ് നോക്കൂ. 1, 2, 3 ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ×3 എന്നിട്ട് കൊടുക്കുക. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4. 4 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ 2 പിക്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ പിക്ചറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കണം? ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കണം അല്ലേ. അപ്പോൾ മൂന്നാമത്തേതാണ് ഇവിടെ എഴുതാം. മൂന്നാമത്തെ പിക്ചറാണ്. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? L × B × H. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ L എന്ന് പറയുന്നത് 1, 2, 3 ആണ്. അപ്പോൾ 3 എന്ന് എഴുതി കൊടുക്കുക. B എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ് B എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് 4 എന്ന് എഴുതി കൊടുക്കുക. ഇത് ഈ 3, 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ ഹൈറ്റ് ആണ്. 1, 2, 3 ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 × 3. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 4 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. 12 × 3 എന്ന് വരും. 12 × 3 എന്ന് പറയുന്നത് 36 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് നാലാമത്തെ പിക്ചറാണ്. ഇതാണ് നാലാമത്തെ പിക്ചറായിട്ട് വരുന്നത്. L × B × H. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? എണ്ണി നോക്കൂ. 1, 2, 3,
4 5 6 7 ആണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് 7 ആണ്, ബി എന്ന് പറയുന്നത് 1 2 ആണ്, 2 ആണ്, എച്ച് എന്ന് പറയുന്നത് 1 2 3 ആണ്. അപ്പോൾ 7 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വരും. ഇനി 7 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണല്ലേ. 14 ഇൻറ്റു 3 ആണ്. 14 ഇൻറ്റു 3 എന്ന് പറയുന്നത് 42 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് വൺ ആണ്. ഈ താഴെയുള്ള പിക്ചറാണ് ഫിഫ്ത്ത് വൺ ആയിട്ട് വരുന്നത്. ഇവിടെയും നമ്മൾ നോക്കേണ്ടത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ വി ഈക്വൽ ടു എൽ എത്ര നോക്കാം? 1 2 3 ആണ്. 3 ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 2 ആണ്. 2 ഇൻറ്റു 1 2, എച്ച് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 ഇൻറ്റു 2, 6 ഇൻറ്റു 2 എത്രയാണ്? 12 ആണ്. 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് വൺ വോളിയം കാൽക്കുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വോളിയം കണക്കാക്കി. സി ദിസ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇവിടെ നോക്കൂ, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണുള്ളത്. അവിടെ എന്താണ്? 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് ഹൗ ഡു വി കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. എങ്ങനെയാണ് ഇതിൻ്റെ വോളിയം നമ്മൾ കണക്കാക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ നമുക്ക് കണക്കാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ ദാറ്റ് വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് ഓഫ് 1 സെൻറ്റിമീറ്റർ വി നീഡ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഉള്ള എത്ര ക്യൂബ്സ് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ വരികയാണെങ്കിൽ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണല്ലേ. ബി എന്ന് പറയുന്നത് 3 ആണ്. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അഥവാ 5 ഇൻറ്റു 3 ഇൻറ്റു 1 എന്നുള്ളതാണ്. 5 ഇൻറ്റു 3 എത്രയാണ്? 15. 15 ഇൻറ്റു 1 എന്ന് പറയുന്നത് 15 തന്നെയാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ്? 15 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി താഴേക്ക് നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് സോ ഇറ്റ്സ് വോളിയം ഈസ് 15 ക്യൂബിക് സെൻറ്റിമീറ്റർ. അത് ഈ ഒരു ക്യൂബ് എത്ര ക്യൂബ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചാണ്. ഇത് നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ 1 സെൻറ്റിമീറ്ററുള്ള 15 ക്യൂബ്സ് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോർമൽ വോളിയം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ്. സോ വാട്ട് അബൌട്ട് ഇറ്റ്സ് ബ്ലോക്ക്. അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. ദിസ് ക്യാൻ ബി മെയ്ഡ് ബൈ സ്റ്റേക്കിംഗ് വൺ ഓവർ അനദർ ദ 2 ബ്ലോക്സ് സീൻ ഫസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഹാഫായിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നേർ പകുതിയാക്കി കട്ട് ചെയ്യും. എന്നിട്ട് അതിനെ 2 എണ്ണമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ എത്ര വരും അത്രയും അടുത്ത ഒരെണ്ണത്തിലും വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലേ. സോ മേക്ക് ഇറ്റ് ഹൗ മെനി ക്യൂബ്സ് ഓഫ് 1 side സെൻറ്റിമീറ്റർ ഡു വി നീഡ്. അപ്പോൾ ഇതിൽ നിന്നും 1 സെൻറ്റിമീറ്ററിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ താഴത്തെ ഒരെണ്ണം കൊണ്ട് നമ്മൾ നേരത്തെ കണക്കാക്കിയ പോലെ തന്നെ 15 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മേലത്തേതിൽ നിന്നും 15 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 15 പ്ലസ് 15 എത്രയാണ്? 30 അല്ലേ. അപ്പോൾ 30 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരെണ്ണത്തിൻ്റെ വോളിയം കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഛേദിക്കണം. അതിനെ 2 ഭാഗങ്ങളാക്കി മാറ്റിയാലേ നമുക്കത് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. So, like this, calculate the volume of each of the rectangular blocks shown below the right in beside each. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വോളിയം എത്രയാണ് നമുക്ക് കണക്കാക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ. ഇവിടെ എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ബി എന്ന് പറയുന്നത് 4 ആണ്. എച്ച് എന്ന് പറയുന്നത് 1 ആണ്. 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 7 ഇൻറ്റു 4 ഇൻറ്റു 1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 7 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 28. 28 ഇൻറ്റു 1 എത്രയാണ്? 28 തന്നെയാണ്. അപ്പോൾ 28 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം വരും. ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ എന്ന് പറയുന്നത് 6 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് 3 ആണ്. എച്ച് എന്ന് പറയുന്നതും 3 ആണ്. അപ്പോൾ എങ്ങനെ വരും? വി ഈക്വൽ ടു 6 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, 6 ഇൻറ്റു 3 ഇൻറ്റു 3
ഇനി 6 × 3 എത്രയാണ് കൂട്ടുകാരെ? 6 × 3 എന്ന് പറയുന്നത് 18 ആണല്ലേ. അപ്പോൾ 18 × 3 എന്ന് വരും. 18 × 3 എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് 54 ആണല്ലേ. അപ്പോൾ 54 എന്ത് വരും? ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വരും. ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് 5 ആണ്. B എന്ന് പറയുന്നത് 5 ആണ്. ദെൻ H എന്ന് പറയുന്നതും 5 ആണ്. അപ്പോൾ V = 5 × 5 × 5 എന്ന് വരും. 5 × 5 എത്രയാണ്? 25. 25 × 5 എന്ന് വരും. 25 × 5 എത്രയാണ് കൂട്ടുകാരെ? എത്രയാണ്? 25 75. സോ 75 ക്യൂബിക് സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വേണം നോക്കൂ. ഇവിടെ L എന്ന് പറയുന്നത് 5 ആണ്. B എന്ന് പറയുന്നത് 4 ആണ്. H എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 5 × 4 × 5. ഓക്കെ. 5 × 4 എത്രയാണ്? 20. 20 × 5 ആണ്. 20 × 5 എന്ന് പറയുന്നത് 100 എന്ന് വരും അല്ലേ. അപ്പോൾ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം. ഇവിടെ സോ നൗ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഡോണ്ട് യു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണക്കാക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. അഥവാ ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എന്നാണ് പറയുന്നത്. അതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണക്കാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. ദ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് are 21 cm, 50 cm and 7 cm. What is its volume? അഥവാ ഒരു ബ്രിക്കിൻ്റെ ഒരു ഇഷ്ടികയിൽ 21 സെൻറ്റിമീറ്റർ നീളവും അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ അതിൻ്റെ എന്താണ് അതിൻ്റെ ഹൈറ്റും ആണ്. അതുപോലെ 15 സെൻറ്റിമീറ്റർ അതിൻ്റെ വിഡ്ത്താണ്, 7 സെൻറ്റിമീറ്റർ അതിൻ്റെ ഹൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വോളിയം കണക്കാക്കാം. ഇവിടെ നമുക്ക് ലെങ്ത്തും ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് L × B × H ആണ്. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് 21 ആണ്. അതുപോലെ തന്നെ B എന്ന് പറയുന്നത് 15 ആണ്. H എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? V = 21 × 15 × 7 എന്ന് കൊടുക്കുക. ഓക്കെ. 21 × 15 × 7 എത്രയാണ്? 220 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ 21 15 കൂടെ ആദ്യം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസറിൻ്റെ കൂടെ 7 കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ, ആൻ അയൺ ക്യൂബ് ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയിറ്റ് 8 grams. വാട്ട് ഈസ് ഇസ് വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ്? അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചതുരക്കട്ട ഒക്കെ ഒരു ക്യൂബാണ്, അയൺ ക്യൂബാണ്. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വോളിയം എത്രയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 gram ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യൂബിൻ്റെ വെയിറ്റും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്? ഒരു ക്യൂബാണല്ലേ. അഥവാ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 സൈഡ്സ്, ഇപ്പോൾ ഇതൊരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെല്ലാം എന്താണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണക്കാക്കാം? ആദ്യം നമ്മൾ എഴുതുക V = L × B × H. ഇവിടെ എല്ലാം എന്താണ്? ക്യൂബ് ആയതുകൊണ്ട് 8 ആണ്. അഥവാ 8 × 8 × 8 ആണ്. 8 × 8 എത്രയാണ്? 64 ആണ്. 64 × 8 ചെയ്ത് നോക്കുക. ഇപ്പോൾ 64 × 8 ചെയ്യുമ്പോൾ 512 എന്ന് കിട്ടും. 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ വെയിറ്റ് ആണല്ലേ. ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് = എന്ത് ചെയ്യണം? 512 × 8 ചെയ്ത് നോക്കുക. ഓക്കെ. 8 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും?
4 ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇൻറ്റു 8 എത്രയാണ്? 6 then 9 0 4. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4096 ആണ്. ഓക്കെ, 4096 എന്താണ്? ഗ്രാം ആണ്. ഇനി ഇതിൻ്റെ വെയിറ്റ് നമ്മൾ എപ്പോഴും കണക്കാക്കാറുള്ളത് കിലോഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 1000 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ 4096 നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ 3 സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ എന്ത് ഇട്ടാൽ മതി? പോയിന്റ് ഇട്ടാൽ മതി. അഥവാ ഇവിടെ പോയിന്റ് ഇടുക, 1 2 3 ഇവിടെ പോയിന്റ് ഇടുക. അപ്പോൾ എത്രയായി? 4 kg 96 grams ആയിട്ട് മാറി. ഓക്കെ, 4 kg 96 grams. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. വോളിയം ആൻഡ് ലെങ്ത് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. എ വുഡൻ ബ്ലോക്ക് ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് 4 സെൻറ്റിമീറ്റേഴ്സ് ഹാസ് എ വോളിയം ഓഫ് 180 ക്യൂബിക് സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞത് നമ്മളെടുത്ത്? ഇവിടെ ഈ ഒരു ഇതിൽ ഒരു വുഡൻ ബ്ലോക്കാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ വോളിയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഹൈറ്റ് നമ്മൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈറ്റ് എന്ന് പറയുന്നത്, ആദ്യം വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം L × B × H ആണ്. അഥവാ ഈ 9 × 4 × H ആണ് 180 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അഥവാ 180 ഡിവൈഡഡ് ബൈ 9 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. കാരണം ഇതാണ് ഈ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 9 × 4 എത്രയാണ്? 9 × 4 എന്ന് പറയുന്നത് 36 ആണ് അല്ലേ? അപ്പോൾ 180 ഡിവൈഡഡ് ബൈ 36 ചെയ്ത് നോക്കുക. ഇതിനെ നമുക്ക് എന്തുകൊണ്ടാക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 36 എന്ന് പറയുന്നത് 18 ആയിട്ട് മാറും. 180 പറഞ്ഞാൽ 90 ആയിട്ട് മാറും അല്ലേ? ഇനി ഈ 19 18 പോകുന്നത് വേറെ ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ? 19 നമുക്കിപ്പോൾ 9 ആക്കി മാറ്റാം. 19 എന്നുള്ളതിന് നമുക്ക് 45 ആക്കി മാറ്റാം. അപ്പോൾ ഇപ്പം എന്തായി? 45 ഡിവൈഡഡ് ബൈ 9 ആയിട്ട് മാറി. ഇനി ഈ നമുക്കറിയാം 45 എന്ന് പറയുന്നത് 9 × 5 ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആയിട്ട് നമുക്ക് കിട്ടി. അഥവാ ഇതന്നെയാണ് ഇവിടെ പറയുന്നത് വോളിയം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നുള്ളതാണ്. സോ ഇൻ ദിസ് പ്രോബ്ലം ദ പ്രൊഡക്റ്റ് ഓഫ് 9 and 4 മൾട്ടിപ്ലൈഡ് ബൈ ദ ഹൈറ്റ് ഈസ് 180. ദാറ്റ് ഈസ് 36 മൾട്ടിപ്ലൈഡ് ബൈ ദ ഹൈറ്റ് ഗിവ്സ് 180. So to find out the height we need only divide 180 by 36. Okay, 36നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി താഴെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ദ ടേബിൾ ഷോസ് ദ മെഷർമെൻറ്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്, കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷേഴ്സ്. ഇവിടെ കുറച്ച് എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തണം. ഇതെല്ലാം റെക്ടാങ്കുലർ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ CC എന്ന് എഴുതിയത് നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും? CM മേലെ 3 എന്ന് എഴുതി കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ CC എന്നും എഴുതി കൊടുക്കാറുണ്ട്. അത് രണ്ടും കൺഫ്യൂഷൻ വേണ്ട, ബോത്ത് ആർ സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 4 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 4 × 6 × 4 × 5 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും 120 എന്ന് കിട്ടും. ഓക്കെ, 120 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് വണ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് തന്നിട്ടില്ല. 48 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയമാണ്. അപ്പോൾ നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 48നെ നമ്മൾ എന്ത് ചെയ്യണം? 48 ഡിവൈഡഡ് ബൈ നമ്മൾ 4 × 6 × 4 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 6 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 6 × 4, അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ പറ്റും? 6നെയും 48നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക?
ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6ൽ എത്ര 48 വരുന്നുണ്ട്? 8 തവണ വരുന്നുണ്ട് അല്ലേ? അഥവാ 6 × 8 എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 8 × 8 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 4 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 4th വൺ ആണ്. ഇവിടെയും 8 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്, വിഡ്ത്ത് തന്നിട്ടില്ല, 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്, 48 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം ആണ്. അപ്പോൾ നമ്മൾ 48 ഡിവൈഡഡ് ബൈ ബാക്കി 2 എടുക്കുക, 8 × 2 എന്ന് എടുക്കുക. 8 × 2 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ 6 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. അപ്പോൾ 6 ടൈംസ് ആണ് ഇതിൽ പോകുന്നത്. ഇനി നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് 6 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ 6ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യമാണ്? 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യമാണ് 6 പോകുന്നത്? 3 ടൈംസ് ആണല്ലേ? അഥവാ 3 × 2 എന്ന് പറയുന്നതാണ് 6. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇനി 5th വണ്ണ് നോക്കാം. 5th വണ്ണിൽ നമുക്ക് ലെങ്ത് തന്നിട്ടില്ല, 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആണ്, 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്, 48 ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയം ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ എഴുതാം 48 ഡിവൈഡഡ് ബൈ 2 × 2 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ 2നെ വെട്ടി പോവാം. 48ൽ എത്ര പ്രാവശ്യം 2 പോകുന്നുണ്ട്? 24 ടൈംസ് പോകുന്നുണ്ട് അല്ലേ? ഇനി ഈ 2നെ നമുക്ക് ഒന്നും കൂടെ വെട്ടാം. ഈ 24ൽ എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 12 ടൈംസ് ആണ് പോകുന്നത് അല്ലേ? 12 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. 12 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി 6th വൺ ആണ്. 6th വൺ 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 4 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 80 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയമാണ്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 2 × 4 ചെയ്ത് നോക്കാം. ആദ്യം 4 വെട്ടി നോക്കാം. 8ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 18ൽ 14 ടൈംസ് പോകുന്നുണ്ട് അല്ലേ? 14 ടൈംസ് ആണ് 4 പോകുന്നത്. 4ൽ 20 ടൈംസ് ആണ് പോകുന്നത് അല്ലേ? 20 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 20 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് അല്ലേ? ഇനി 20ൽ 2 എത്ര പ്രാവശ്യം പോകും കൂട്ടുകാരെ? 10 ടൈംസ് പോകും അല്ലേ? അപ്പോൾ 10 ടൈംസ് പോകും. 10 എന്ന് ഉത്തരവും കിട്ടി. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇനി അടുത്തത് 7th വൺ ആണ് നോക്കാനുള്ളത്. ഇവിടെ 14 സെൻറ്റിമീറ്റർ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റും 210 എന്ന് പറയുന്നത് അതിൻ്റെ വോളിയമാണ്. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 14 × 5 ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് 5 വെട്ടാം. എന്നിട്ട് 210ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ടാവും? 5 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പോകും? എത്ര പ്രാവശ്യം പോകും? 42 ടൈംസ് പോകുന്നുണ്ട്. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 14 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ 14ൽ 2 എത്ര പ്രാവശ്യം പോകും? 7 ടൈംസ് പോകും. 42ൽ 21 ടൈംസും പോകും. ഇനി 21 ഡിവൈഡഡ് ബൈ 7 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 7 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വിഡ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് വരിക എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ ഷേപ്സ് എന്നുള്ളതാണ്. വി ക്യാൻ മേക്ക് ഷേപ്സ് അതർ ദാൻ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ബൈ സ്റ്റേക്കിംഗ് ക്യൂബ്സ്. ഫോർ എക്സാമ്പിൾ സീ ദിസ്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ സെയിം ആയിട്ടുള്ള ഒരേ രീതിയിലുള്ളത് മാത്രമല്ല നമുക്ക് അറിയാവുന്നത്, അല്ലാതെയുമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെയുള്ള താഴെയുള്ള പിക്ചർ നോക്കുക. ഇതിൻ്റെ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്ക് ഓരോന്നും ഓരോ രീതിയിൽ വേണം ചെയ്യാൻ അല്ലേ? ഇറ്റ് ഈസ് മേക്ക് ബൈ സ്റ്റേക്കിംഗ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. ക്യാൻ യു കാൽക്കുലേറ്റ് ദിസ് വോളിയം? ഇതിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് ദിറ്റ് ഈസ് നോട്ട് ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഹൗ മെനി ക്യൂബ്സ് ആർ ദർ അറ്റ് ദ വെരി ബോട്ടം? ഇനി അതിൻ്റെ ബോട്ടത്തിൽ എത്രയുണ്ട്? ആൻഡ് ഇറ്റ്സ് എ സ്റ്റെപ്പ് ജസ്റ്റ് അബവ് ഈച്ച്. അതുപോലെ ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ദസ് വി ക്യാൻ കൗണ്ട് ദ നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും എത്ര ക്യൂബ്സ് ഉണ്ട്? ഹൗ മെനി ക്യൂബ്സ് ഇൻ ഓൾ? ആകെ എത്ര ക്യൂബ്സ് ഉണ്ട്? വാട്ട് ഈസ് വോളിയം ഓഫ് സ്റ്റെയേഴ്സ്? ഇതിൻ്റെ വോളിയം, ഈ സ്റ്റെയേഴ്സിൻ്റെ വോളിയം എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കൂ, താഴെയുള്ളത്. ഇതും അതുപോലെ തന്നെയാണ് അല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റില്ല. നമുക്ക് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ നോക്കിയാലേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റേക്കിംഗ് സ്ക്വയർ ക്യൂബ്സ്. ദ
bottom block is side 9 centimeter. As we move up, the sides decrease by 2 centimeter at each step. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ഒരു സ്ക്വയർ ക്യൂബ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അത് മൂവ് ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓൾ ബ്ലോക്സ് ആർ ഓഫ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് വോളിയം ഓഫ് ഇറ്റ്സ് ഫിഗർ? അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് കണക്കാക്കണമെങ്കിൽ ആദ്യം താഴെയുള്ള ബോട്ടം നോക്കണം, അതിന് മേലെയുള്ള ബോട്ടം നോക്കണം, ദെൻ അതിന് മേലെയുള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് ഉണ്ട്, അതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ജസ്റ്റ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച് സ്ക്വയർ ബ്ലോക്ക് ആൻഡ് ആഡ് ഫ്രൈ ഇറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത്. ഇനി താഴെ നമുക്ക് ഇതുപോലെയുള്ള പിക്ചേഴ്സ് ഉണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ഷേപ്പ് ഷോൺ ബിലോ. ഓൾ ലെങ്സ് ആർ ഇൻ 1 സെൻറ്റിമീറ്റർ. എന്താണ് ഇൻ സെൻറ്റിമീറ്റർ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാതും സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷേപ്പ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫിഗർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 4 പാർട്ടാക്കിയിട്ട് നമ്മൾ തിരിക്കണം. ഇത് ഫസ്റ്റ് പാർട്ട്, അതുപോലെ തന്നെ ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് വണ്ണ്, ഇത് ഫോർത്ത് വണ്ണ്. ഓക്കെ, ഇനി ഇതിലെ ഓരോ ബ്ലോക്ക് നമ്മൾ സെപ്പറേറ്റ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ആദ്യം നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ഈക്വൽ ടു വോളിയം കണക്കാക്കണം അല്ലേ. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 8 ഇൻറ്റു അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തത് ബ്രെഡ്ത്ത് ആണ് നോക്കേണ്ടത് അല്ലേ. ഈ 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ ഈ 2 ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് 8 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 64 ആണ്. 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഇതെല്ലാം സെൻറ്റിമീറ്റേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്ക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് ഈക്വൽ ടു, അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതി കൊടുക്കാം. സെക്കൻഡ് ബ്ലോക്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് വരും. ദെൻ 4 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 32 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഒന്നുകിൽ CC എന്ന് എഴുതാം, അല്ലെങ്കിൽ CM മുകളിൽ 3 എന്നും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് തേർഡ് ബ്ലോക്കാണ് നോക്കുന്നത്. തേർഡ് ബ്ലോക്ക് ഈക്വൽ ടു ഇതാണ്. അഥവാ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ സെയിം തന്നെയാണ് ഈ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്നത് 8 ഇൻറ്റു 4 ഇൻറ്റു 2 എന്നുള്ളതാണ്. എത്ര വരും? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി അടുത്തത് ഫോർത്ത് ബ്ലോക്കാണ് നോക്കുന്നത്. ഫോർത്ത് ബ്ലോക്ക് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ലെങ്ത് ആണ് അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് ഇത് മൊത്തം 12 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടെത്താണ് 12 മൈനസ് 8 എന്ന് ചെയ്ത് നോക്കുക. 12 മൈനസ് 8 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 4 ആണല്ലേ. അപ്പോൾ ഇത് 4 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്ത് കിട്ടി, 4 ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 20 എന്നുള്ളതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 20 ഇൻറ്റു 2 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 160 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ടോട്ടൽ വോളിയം ആണ് കാണേണ്ടത്. Total volume equal to 64 plus 32 plus 64 plus 160. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 320 എന്ന് കിട്ടും. 320 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ കാണേണ്ടത്. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഓരോന്ന് കാണാൻ. ഇനി സെക്കൻഡ് പിക്ചറായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. ഇതിനെയും നമുക്ക് കട്ട് ചെയ്യണം. ഇതിനെ നമുക്ക് 1 ആക്കാം. 1, ഇത് ഇവിടുന്ന് ഇതുവരെയുള്ളത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എഴുതാം അല്ലേ. ഫസ്റ്റ് ബ്ലോക്ക് ഈക്വൽ ടു ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ
നോക്കൂ, ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 ഇൻറ്റു, ഇനി ഇതിൻ്റെ അടുത്തത് എന്ത് കിട്ടണം, ബ്രിഡ്ത്ത് കിട്ടണം അല്ലേ. ഇതാണ് ബ്രിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 16 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയാം 4 ഇൻറ്റു 3 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64 ആണ്. 64 ഇൻറ്റു 3 എന്ന് വരും. 64 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. 192. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് എടുക്കാം. സെക്കൻഡ് ബ്ലോക്ക് ഈക്വൽ ടു എത്ര വരും? സെക്കൻഡ് ബ്ലോക്കിൻ്റെ ആദ്യം നമുക്കറിയേണ്ടത് ഇതിൻ്റെ ലെങ്ത് ആണ് അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് സെക്കൻഡ് ബ്ലോക്കിൻ്റെ? എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ബ്രിഡ്ത്തും ഇതാണ് ഇതിൻ്റെ ബ്രിഡ്ത്ത് എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇതുവരെ ഉള്ളത്, അതാണ് ഇവിടെ 4 കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 3 ആണ്. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വരും. എത്രയാണ് കൂട്ടുകാരെ ആൻസർ കിട്ടുക? 4 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48 എന്ന ആൻസർ കിട്ടും. 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നമുക്കിതിൻ്റെ തേർഡ് ബ്ലോക്കാണ് നോക്കാനുള്ളത്. തേർഡ് ബ്ലോക്ക് ഈക്വൽ ടു ഇതാണ്. ഇവിടെ എന്താണ് തേർഡ് ബ്ലോക്കും ഇതേ സെയിം പോലെയാണ്, സെക്കൻഡ് ബ്ലോക്ക് പോലെ സെയിം തന്നെയാണ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അഥവാ 16 ആണ് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്, 4 ആണ് ഇതിൻ്റെ ബ്രിഡ്ത്ത് എന്ന് പറയുന്നത്, 3 ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 192 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വോളിയം എഴുതി നോക്കാം. ടോട്ടൽ വോളിയം ഈക്വൽ ടു എത്ര എഴുതണം? 192 പ്ലസ് 48 പ്ലസ് 192. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 432 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഇറേസ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ ഇതിലേക്ക് കടക്കാം. ഇതാണ് മൂന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 2 ബ്ലോക്ക് ആക്കിയാൽ മതി. ഇത് ഒരു ബ്ലോക്ക്, ഇത് രണ്ടാമത്തെ ബ്ലോക്ക്, അങ്ങനെ 2 ബ്ലോക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എഴുതാം. ഫസ്റ്റ് ബ്ലോക്ക് ഈക്വൽ ടു എത്രയാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പോൾ 6 പ്ലസ് 6 ആയി. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും കൂടെ നമുക്കറിയണം. അതാണ് താഴെ തന്നിട്ടുള്ള ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് 4ഉം കൂടെ വേണം. 6 പ്ലസ് 6 എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 16 ആണ്, നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ബ്രെഡ്ത്ത് എഴുതണം അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. താഴെ തന്നിട്ടുണ്ട് ഇത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതാണ് 4. അപ്പോൾ ഇത് 4 എന്ന് എഴുതി കൊടുക്കുക. 4 ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് h എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. v ഈക്വൽ ടു 16 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ്. 16 ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാണ്? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ബ്ലോക്ക് നോക്കാം. സെക്കൻഡ് ബ്ലോക്ക് ഈക്വൽ ടു സെക്കൻഡ് ബ്ലോക്കിൽ എത്രയാണ്? ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 ആണ്. 11 ഇൻറ്റു ബ്രിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബ്രിഡ്ത്ത് നമ്മളെപ്പോഴും പറഞ്ഞു ഈ 4 ആണെന്ന് പറഞ്ഞു. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 3 ആണെന്നും പറഞ്ഞു. അപ്പോൾ 11 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വരും. എത്ര കിട്ടും? 132 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ വോളിയം എഴുതുക. ടോട്ടൽ വോളിയം എത്രയാണ്? 192 പ്ലസ് 132 എന്ന് വരും. അപ്പോൾ എത്രയാണ് ടോട്ടൽ വരുന്നത്? 324 ക്യൂബിക് സെൻറ്റിമീറ്റർ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലുള്ളതും കൂടെ നോക്കാം. ലാർജ് മെഷേഴ്സ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. വാട്ട് ഇറ്റ്സ് എ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദെൻ 1 മീറ്റർ ആണ് കേട്ടോ. 1 മീറ്റർ മീൻസ് എത്രയാണ്? 100 സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. സോ വി മസ്റ്റ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 100 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മച്ച് ഇസ് ഇറ്റ്? എത്രയാണ്? അപ്പോൾ നീളവും വീതിയും ഉയരവും 100 സെൻറ്റിമീറ്റർ ആയ ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ലക്ഷം 10 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വോളിയം ഓഫ് ലാർജ് ഒബ്ജക്ട്സ് ആർ ഓഫ്റ്റൻ സെയ്ഡ് ആസ് ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ വോളിയം കണക്കാക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്, അല്ലാതെ ക്യൂബിക് സെൻറ്റിമീറ്ററിൽ അല്ല. നമുക്ക് മനസ്സിലായി വലിയ ഒബ്ജക്ട്സിൻ്റെ ഒക്കെ വോളിയം നോക്കുന്നത് നമ്മൾ മീറ്ററിലാണ്. സെൻറ്റിമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, കാരണം സെൻറ്റിമീറ്ററിൽ അത്രയും നോക്കേണ്ടി വരും അല്ലേ. മീറ്റർ ആകുമ്പോൾ ഒന്നും കൂടെ ചെറുതാക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 മീറ്റർ ലോങ്, 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈ. The price of 1 cubic meter of sand is 1000 rupees. What is the price of this truck load? അഥവാ ഒരു ലോറിയിൽ 4 മീറ്റർ ലെങ്ത്തിലും 2 മീറ്റർ വിഡ്ത്തിലും 1 മീറ്റർ ഹൈറ്റിലും മണൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ 1 മീറ്ററിന് മണലിന് 1000 റുപ്പീസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രക്കിലുള്ള മണലിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വോളിയം കണക്കാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത് ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ് അല്ലേ. 4 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. V = 4 × 2 × 1 അല്ലേ. 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 × 1 എന്ന് പറയുന്നതും 8 തന്നെയാണ്. അപ്പോൾ 8 ക്യൂബിക് മീറ്റർ ആണ്. ഓക്കെ, ക്യൂബിക് മീറ്റർ. ഇനി നമുക്ക് മനസ്സിലായി ഇത് 8 ക്യൂബിക് മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് കണക്കാക്കണം? സാൻഡ് പ്രൈസ് മനസ്സിലാക്കണം അല്ലേ. സാൻഡ് പ്രൈസ് ആണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 1 ക്യൂബിക് മീറ്ററിന് 1000 ആണ്. അപ്പോൾ 8 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 8 × 1000 ചെയ്ത് നോക്കുക. 8 × 1000 എന്ന് പറയുന്നത് എത്രയാണ്? 8000 ആണ്. അപ്പോൾ 8000 റുപ്പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം 6 മീറ്റേഴ്സ് ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 50 സെൻറ്റിമീറ്റേഴ്സ് ഹൈ. അഥവാ 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ ബ്രിഡ്ത്ത് എന്ന് പറയുന്നത്, വൈഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ H എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50 സെൻറ്റിമീറ്ററിനെ ആദ്യം നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മീറ്റേഴ്സിനെയൊക്കെ സെൻറ്റിമീറ്റേഴ്സിലേക്ക് മാറ്റിയാൽ മതി. അതാണ് ഒന്നും കൂടെ എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം V = 6 മീറ്റർ എന്ന് പറയുന്നത് 6 × 100 എന്നുള്ളതാണ്. 6 × 100 എന്നുള്ളതാണ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ ആവുന്നത്. അപ്പോൾ 600 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് ലെങ്ത്ത് 600. അതുപോലെ 1 മീറ്റർ 1 × 100 എന്ന് പറയുന്നത് 100 ആയിട്ട് മാറും. 100 × 50 എത്ര വരും ഉത്തരം എന്ന് പറയുന്നത്? എത്ര വരും? 30 lakhs എന്ന് വരും. 30 lakhs. 30 lakhs ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് വൺ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 മീറ്റേഴ്സ് ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റേഴ്സ് ഹൈ. ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് ഈസ്
60,000 rupees. What is the price of this piece of wood? അഥവാ 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്ന് കണക്കാക്കുക. അതുപോലെ അതിൻ്റെ 1 ക്യൂബിക് മീറ്റർ മരത്തിന് 60,000 രൂപയാണെങ്കിൽ ഈ ഒരു വുഡിൻ്റെ എന്താണ് അത് വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ വേണ്ടി വരുമെന്നും നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വോളിയം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ വോളിയം നോക്കണമെങ്കിൽ നമ്മൾ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബി എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുക. സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുക്കുക. അപ്പോൾ 1/4 എന്ന് കിട്ടും. 1/4 മീറ്റർ. ഇനി ഈ 1/4 എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവസാനം എത്തുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് അതിനെ മാറ്റുക എന്നുള്ളത്. ഇനി നമ്മൾ വി എന്ന് എഴുതുക. വോളിയം ഈക്വൽ ടു 5 × 1 × 1/4 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1ഉം 1ഉം ആണല്ലേ. 1ഉം കൂടെ പോയി. പിന്നെ ഉള്ളത് എന്താണ്? 5/4 അല്ലേ. 5/4 ക്യൂബിക് മീറ്റർ ആണ് പിന്നെ ആൻസർ ആയിട്ട് ഇതിന് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ വുഡ് എന്ന് പറയുന്നത് 60,000 ആണല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പ്രൈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 5/4 × 60,000. ഓക്കെ. ഇനി നമ്മൾ ഈ 4നെയും 60,000നെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 വരും. ഇവിടെ എത്ര വരും? 30,000 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഈ 30,000നെയും 2നെയും വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30,000 എന്ന് പറയുന്നത് 60,000 ആയിട്ട് വരും. 60,000 ആയിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 16 അല്ല 15,000 ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് 5 × 15,000 എന്നുള്ളതാണ് അല്ലേ. ഇനി 5 × 50,000 എന്ന് പറയുന്നത് എന്താണ്? 75,000 rupees എന്നുള്ളതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി 75,000 rupees ആവശ്യമാണ്. ഈ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്താലോ? റെഡിയാണോ? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കപ്പാസിറ്റി എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തത് കപ്പാസിറ്റി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് ഹോളോ ബോക്സ്. ഇവിടെ ഒരു ഹോളോ ബോക്സ് ആണ് തന്നിട്ടുള്ളത്. ഹോളോ ബോക്സ് എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുന്ന ഒരു ബോക്സ് ആണ് അല്ലേ. Then it is made with a thick wooden planks. Because of the thickness, its inner length, width and height are less than the outer measurement. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു തുറന്ന ബോക്സ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ പുറത്തെന്ന് പറയുന്നത് വളരെ വിടുത്തും ലെങ്ത്തും ഉണ്ട്. പക്ഷെ ഉള്ളെന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ എന്ന് ഇന്നെന്ന് പറയുന്നത് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ദ ഇന്നർ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ 40 സെൻറ്റിമീറ്റേഴ്സ്, 20 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും ആണ്. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. Then, so a rectangular block of these measurement can exactly fit into the space within this box. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഇതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഫിറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. So the volume of this rectangular block is the volume within the box. അപ്പോൾ ആ ബോക്സിലുള്ള വോളിയമാണ് ഇതിൻ്റെ ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ദിസ് വോളിയം ഈസ് കോൾഡ് ദ കപ്പാസിറ്റി ഓഫ് ദ ബോക്സ്. അപ്പോൾ ആ ബോക്സിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ആ ഒരു വോളിയത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിന് എത്ര വോളിയം ഉണ്ടോ അതിനെയാണ് നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദസ് ദ കപ്പാസിറ്റി ഓഫ് ദിസ് ബോക്സ് ഈസ് 40 × 20 × 10. അപ്പോൾ എത്രയാണ്? 8 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് വരും. 8
8 അല്ല കേട്ടോ, 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ട് വരും. സോ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ബോക്സ് ഹൂസ് ഇന്നർ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ 50 സെൻറ്റിമീറ്റേഴ്സ്, 20 സെൻറ്റിമീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 20 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബോക്സിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രിഡ്ത്ത് എന്ന് പറയുന്നത് 25 ആണ്. മാത്രമല്ല അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ഇത് മനസ്സിലാക്കേണ്ടത് 50 × 25 × 20 ആണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 50 എന്ത് ചെയ്ത് നോക്കുക, 25 ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 1250 എന്ന് കിട്ടും. പിന്നെ അത് നമ്മൾ 20 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. വീണ്ടും നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 25,000 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 25,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിക്വിഡ് മെഷേഴ്സ് ആണ്. നമ്മൾ ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ വെളിച്ചെണ്ണ, എണ്ണ, ഇതൊക്കെ എന്താണ്? ലിക്വിഡ്സ് ആണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ വെസൽ ഓഫ് ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ? അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഇന്നർ സൈഡുള്ള ഒരു വെസലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 × 10 × 10 ആണ് അല്ലേ. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. 100 × 10 എന്ന് പറയുന്നത് 1000 ആണ്. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1 ലിറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഫിൽസ് ദിസ് വെസൽ. 1 ലിറ്റർ ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ 1 ലിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വി ക്യാൻ ലുക്ക് അറ്റ് ദിസ് അനദർ വേ. ഇഫ് എ ക്യൂബ് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ ഈസ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ വെസൽ filled with water, then the amount of water that overflow would be 1 liter. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ എന്താണ് അതിൻ്റെ ഇന്നർ ഇതുള്ളത്, ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിലെന്താണ് 1 ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു എ വെസൽ ഓഫ് ലെങ്ത് 20 സെൻറ്റിമീറ്റർ വിത്ത് 50 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ? അപ്പോൾ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തും 15 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റ് 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അതിൽ എത്ര വെള്ളം കൊള്ളുന്നുണ്ടായിരിക്കും കൂട്ടുകാരെ? അത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എ റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 2.2 1/2 meters can contain 15,000 liters of water. What is the width of a tank? അപ്പോൾ ആ ടാങ്കിൻ്റെ width എന്ന് പറയുന്നതും എത്രയാണെന്ന് കണക്കാക്കാനും പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യണം നമുക്കറിയാം. അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണോ അതിൽ നിന്നും മറ്റുള്ള രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഈ വി ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, വി ഗെറ്റ് ദ വോളിയം ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. ഹിയർ ദ വോളിയം ഈസ് ഗിവൺ 15,000 liters. So the 15 cubic meters, the product length is height is 4 into 2 1/2 equal to 10. So width multiplied by 10 is 15. അപ്പോൾ എന്താണ് അവിടെ 15 എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് നമ്മളത് കണക്കാക്കേണ്ടത്. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ആസ് 15 divided by 10 equal to 1/2 meters. Now suppose this tank contains 6,000 liters of water. What is the height of the water? അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. നമുക്ക് എന്തായാലും ഇതിലെ പ്രവർത്തനങ്ങളൊന്നും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ, ദ ഇന്നർ സൈഡ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ length 4 centimeter. What is its capacity? How many cubes of say 2 centimeter can be staked inside it? അപ്പോൾ ഒരു ക്യൂബിക് ബോക്സ് എടുക്കുകയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കണം. മാത്രമല്ല ഈ പെട്ടിയിൽ 2 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു സമചതുരക്കട്ട വെക്കുകയാണെങ്കിൽ എത്ര എണ്ണം വെക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഇതെന്ന് പറയുന്നത് ക്യൂബിക്കൽ ബോക്സ് ആണ്. ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡ്സും എന്താണ് ഈക്വൽ ആയിരിക്കും. സോ L ഈക്വൽ ടു 4, B ഈക്വൽ ടു 4, H ഈക്വൽ ടു 4. ഇനി വോളിയം കാണാൻ വേണ്ടി
4 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 64 എന്ന് കിട്ടും. 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ചെറിയ ആ ഒരു ബോക്സ് വെക്കുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്റേഴ്സിൻ്റെ എത്ര ബോക്സ് വെക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കണം അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റേഴ്സ് ബോക്സ് എന്ന് കൊടുക്കുക. 2 സെൻറ്റിമീറ്റേഴ്സ് ക്യൂബ്സ്. ഓക്കെ, ഹൗ മെനി എത്രയായിരിക്കും? 2 ഇൻറ്റു, അപ്പം അതിൻ്റെ 4 സൈഡ്സും 2 ആയിരിക്കും അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് കിട്ടുന്നത്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി അപ്പോൾ അതിലാകെ വെക്കാൻ പറ്റുന്നത് എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ടോട്ടൽ എത്ര വെക്കാൻ വേണ്ടി പറ്റും? ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കുക. 64 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ബോക്സസ് നമുക്ക് 8 ക്യൂബ്സ് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. 8 ക്യൂബ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്നർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 മീറ്റേഴ്സ്, 80 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 90 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻസ്? ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അതിൻ്റെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്ററും 80 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എൽ എന്ന് പറയുന്നത് 7 ആണ്, ബി എന്ന് പറയുന്നത് 80 ആണ്, എച്ച് എന്ന് പറയുന്നത് 90 ആണ്. സോ വോളിയം ഈക്വൽ ടു 70 ഇൻറ്റു 80 ഇൻറ്റു 90. ഓക്കെ, 70 ഇൻറ്റു 90 ഇൻറ്റു 90 എത്രയാണ് ഉത്തരം വരുന്നത്? 50,400 ആണ്. 5,04,000 ആണ്. 5,04,000 എന്ത് കിട്ടും? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ലിറ്റർ ആയിരിക്കും കൂട്ടുകാരെ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ 3 പൂജ്യം കളഞ്ഞാൽ മതി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 504 ലിറ്റർ ആണ് ഇതിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 40 സെൻറ്റിമീറ്റേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ 90 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററും ആണ് ഉള്ളത്. അതിൽ 180 ലിറ്റർ വെള്ളവും കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആ വാട്ടർ ലെവൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിവിടെ എൽ എന്ന് പറയുന്നത് എത്രയാണ്? മൂന്നാമത്തേതാണ്. എൽ എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണല്ലേ. എൽ എന്ന് പറയുന്നത് 90 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബി എന്ന് പറയുന്നത് 40 ആണ്. എച്ച് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇവിടെ വി എന്ന് പറയുന്നത് 180 ലിറ്റർ ആണ്. 180 ലിറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 1000 കൂടെ കൂട്ടണം. അപ്പോൾ 180,000 ആയിട്ട് മാറും. 80,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 90 ഇൻറ്റു 40 ഇൻറ്റു എച്ച് ഈക്വൽ ടു 180,000. ഓക്കെ, 90 ഇൻറ്റു 40 എന്ന് പറയുന്നത് എത്രയാണ്? 90 ഇൻറ്റു 40 എന്നത് 3,600 ആണ്. 3,600 ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ് 180,000 എന്ന് പറയുന്നത്. സോ എച്ച് ഈക്വൽ ടു 180,000 ഡിവൈഡഡ് ബൈ 3,600. ഇനി ഇതിലെ ഈ സീറോയും കൂടെ വെട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ 36നെ, അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 എന്നായിട്ട് മാറും അല്ലേ. ദെൻ ഇതിനെയോ 1,800 എന്നതിനെ
ഡിവൈഡ് ചെയ്യുമ്പോൾ 900 ആയിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് 900 ഡിവൈഡഡ് ബൈ 18 എന്നുള്ളതാണ് അല്ലേ. 900 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും 200 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും? 18 എന്നുള്ളത് 9 ആയിട്ട് മാറും. അതുപോലെ തന്നെ 900 എന്നുള്ളത് 450 ആയിട്ട് മാറും. ഇനി നമുക്കറിയാം ഈ 0 നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് 45-ൽ എത്ര പ്രാവശ്യം, 9-ൽ എത്ര പ്രാവശ്യം 45 പോകും? 5 ടൈംസ് ആണ് പോകുന്നത് അല്ലേ. 5 ടൈംസ് ആണ് ഈ 0യും കൂടെ നമ്മൾ എടുത്തെഴുതുക. അപ്പോൾ 50 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിതിലെ 4th വണ്ണാണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. 4th one is the inner length, width and height of your tank are 80 centimeters, 60 centimeters and 50 centimeters. It contains water 50 centimeters high. How much more water is needed to fill it? അതോ ഒരു ടാങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി 15 സെൻറ്റിമീറ്റർ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എത്ര വെള്ളമാണ് അതിൽ നിറക്കേണ്ടത് എന്നതാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് എത്രയാണ്? എൽ എന്ന് പറയുന്നത് 80 ആണ് അല്ലേ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 60 ആണ്. എച്ച് എന്ന് പറയുന്നത് 50 ആണുള്ളത്. പക്ഷെ അതിൽ നിന്നും ഓൾറെഡി നമ്മൾ 15 നിറച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 35 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. V = 80 × 60 × 35. ഓക്കെ, എത്ര കിട്ടും കൂട്ടുകാരെ? 80 × 60 × 35. 80 × 16 എന്ന് പറയുന്നത് എത്രയാണെന്ന് ആദ്യം നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 4800 എന്ന് കിട്ടും. ഇൻറ്റു എന്ത് ചെയ്യുക? 35ഉം കൂടെ ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 1,68,000 എന്ന് ഉത്തരം കിട്ടും. 2000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ്, ഇതിലെ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 0 ഒഴിവാക്കുക. അപ്പോൾ 168 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. അത്രയും ലിറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് 5th വണ്ണാണ് നോക്കാനുള്ളത്. 5th വണ്ണിലേക്ക് പോവാം. ദ പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പോണ്ട്. പഞ്ചായത്ത് ഒരു റെക്ടാങ്കുലർ പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആൻഡ് ഡെപ്ത് were decided to be 20 meters, 15 meters and 2 meters. How many liter of water is needed to fill this pond to a height of 1.5 meters? അപ്പോൾ എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്? പഞ്ചായത്ത് ഒരു പോണ്ട് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ നീളം, അതുപോലെ തന്നെ അതിൻ്റെ വീതി, അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുമ്പോൾ അതിൽ എത്ര വെള്ളം നിറക്കാൻ എത്ര വേണം എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെള്ളം നിറക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം? ഇതിൽ 1.5 മീറ്റർ ഉയരത്തിൽ വെള്ളം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? L = 20 meter. ഓക്കെ, 20 meter. ദെൻ B = 15 meter. ഇനി എന്താണ്? ഇതിൻ്റെ ഹൈറ്റ് ആണല്ലേ. ആക്ച്വലി ഹൈറ്റ് 2 മീറ്റർ ആണ്. പക്ഷേ 1.5 മാത്രമേ നമുക്ക് വെള്ളം നിറക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ H 1.5 എന്നെടുക്കാം. 1.5 എന്ന് പറയുന്നത് 3/2ന് ഈക്വൽ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. V = 20 × 15 × 3/2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ 2നെയും ഈ 20നെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 0 ആയിട്ട് മാറും. 20യുടെ അവിടെ 10 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 10 × 15 × 3 ആയിട്ട് മാറി. 10 × 15 എന്ന് പറയുന്നത് × 3 എന്ന് പറയുന്നത് എത്രയാണ്? 450 മീറ്റർ ക്യൂബാണ്. ഇനി ഇതിനെ നമ്മൾ ലിറ്ററാണ് ആക്കേണ്ടത്. അപ്പോൾ 450 × 1000 ചെയ്ത് നോക്കുക. എത്ര കിട്ടും നമുക്ക്? നമുക്ക് കിട്ടുന്നത്
50 lakhs എന്ന് കിട്ടും. അപ്പോൾ 50 lakhs ലിറ്റർ ആണ് ഇതിൽ കൊള്ളുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ദ ഇന്നർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എൻ അക്വേറിയം ആർ 60 centimeters and 30 centimeters. It is half filled with water. When a stone is immersed in it, the water level rose by 10 centimeter. What is the volume of the stone? അപ്പോൾ ഒരു അക്വേറിയമാണ്, അതിൻ്റെ ഇന്നർ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ട്. അതിലേക്ക് ഒരു കല്ല് താഴ്ത്തിയപ്പോൾ വെള്ളം 10 സെൻറ്റിമീറ്റർ കൂടി ഉയർന്നു. അങ്ങനെയാണെങ്കിൽ ആ കല്ലിൻ്റെ, ആ സ്റ്റോണിൻ്റെ വോളിയമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വോളിയം ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈക്വൽ ടു വോളിയം ഓഫ് റേസ്ഡ് വാട്ടർ, ആ മുകളിലേക്ക് പൊന്തിയിട്ടുള്ള വെള്ളത്തിന് ഈക്വലാണ്, റേസ്ഡ് വാട്ടറിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് കണക്കാക്കിയാൽ മതി? വോളിയം ഓഫ് റേസ്ഡ് വാട്ടർ ആണ് നമ്മൾ കാണേണ്ടത്. വോളിയം ഓഫ് റേസ്ഡ് വാട്ടർ ഈക്വൽ ടു എന്താണ്? അവിടെ 60 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, 30 സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, 10 സെൻറ്റിമീറ്റർ ആണ് അത് പൊന്തിയിട്ടുള്ളത്. അപ്പോൾ 10 എന്ന് കൊടുക്കുക. എത്ര കിട്ടും? 18,000 എന്ന് ഉത്തരം കിട്ടും. 80,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ വോളിയം എന്ന് പറയുന്നതും ഇതും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എഴുതുക വോളിയം ഓഫ് സ്റ്റോൺ എന്ന് എഴുതിയിട്ട് ഇത് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. 80,000 എന്ന് എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് 7th വൺ ആണ്. എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 centimeter, വിഡ്ത്ത് 10 centimeters and height 5 centimeter. It is melted and recasted into a cube. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ഇതെടുത്തിട്ട് 20 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമുള്ള ഒരു അയൺ ബ്ലോക്ക് എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ആയിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കി. അങ്ങനെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അപ്പോൾ ആ ക്യൂബിൻ്റെ ലെങ്ത് ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്, വോളിയം ഓഫ് rectangular block equal to എന്താണ്? വോളിയം ഓഫ് ക്യൂബ്. ഇത് രണ്ടും ഈക്വൽ ആണ്, കാരണം ഇത് ഒരുക്കിയിട്ടാണ്, ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് അത് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എത്രയാണ്? 20 × 10 × 5 ആണ് അല്ലേ. എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതാണ് വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വോളിയം ഓഫ് ക്യൂബ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഒരു സൈഡാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വൺ സൈഡ് ഓഫ് ക്യൂബ് ഈക്വൽ ടു എത്രയാണ്? 1000 ആണ്. ഈ L × B × H എന്ന് പറയുന്നത് 1000 ആയിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. അഥവാ 10 × 10 × 10 ആണ് 1000 എന്ന് പറയുന്നത്. അപ്പോൾ വൺ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ L എന്ന് പറയുന്നത് 10 ആണ്, B എന്ന് പറയുന്നത് 10 ആണ്, H എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അഥവാ 1000 കിട്ടണമെങ്കിൽ ഏതൊക്കെ 3 നമ്പേഴ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കാം. 8th വൺ ആണ്, 8ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. എ ടാങ്ക് 2 meters long and 1 meter wide is to contain 10,000 liters of water. What should be the height of the tank? അപ്പോൾ ഒരു ടാങ്കിൽ 2 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്, 1 മീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത്, അതിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, 8ാമത്തെ ചോദ്യമാണ്. L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്, B എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, H എന്ന് പറയുന്നത് അറിയില്ല. പക്ഷെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ലിറ്റർ ആണ്.
അഥവാ 10 മീറ്റർ ക്യൂബ് ആണ് 10,000 എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 1 ഇൻറ്റു h ഈക്വൽ ടു 10 ക്യൂബ്. ദെൻ ഇവിടെ എന്താണ് 2h ആണ് വരുന്നത് അല്ലേ. 2h ഈക്വൽ ടു 10 ആണ്. h ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2 ആണ്. എത്ര വരും? 5 മീറ്റർ എന്ന് വരും. ഈസി അല്ലേ? ഇനി നെക്സ്റ്റ് വൺ 9th വണ്ണാണ് നോക്കേണ്ടത്. 9th ആൻസർ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. From the four corners of a square piece of paper of side 12 centimeters, small square of side 1 centimeter are cut off. Then the edge of these are bent up and joined to form a container of height 1 centimeter. What is the capacity of this container? If squares of say 2 centimeters are cut off, what would be the capacity? അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഒരുമിച്ച് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് 12 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ, ഒരു സമചതുരാകൃതിയിലുള്ള കടലാസിൻ്റെ 4 മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള ചതുരങ്ങൾ മുറിച്ച് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിൻ്റെ 4 വശവും 1 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി മടക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? അതുപോലെ തന്നെ ഓരോ മൂലയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മുറിച്ച് മടക്കുമ്പോൾ ഇതിനുണ്ടാകുന്ന കപ്പാസിറ്റി എത്രയാണെന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലേ. ആ 12ൽ നിന്നും 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ആദ്യം ഇതാക്കിയത്. 1 സെൻറ്റിമീറ്റർ ഒരു സൈഡിലും 1 സെൻറ്റിമീറ്റർ ഒരു സൈഡിലും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അവിടെ പോകും. അപ്പോൾ എൽ എന്ന് പറയുന്നത് 10 ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതിൽ എന്ത് സംഭവിക്കും? ബി എന്ന് പറയുന്നതും ആദ്യം ഉണ്ടായിരുന്നത് 12 ആണ്. അതിൽ നിന്ന് 2 പോകുമ്പോൾ 10 ആയിട്ട് മാറും. ഹൈറ്റ് എന്ത് സംഭവിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വി എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇൻറ്റു 10 ഇൻറ്റു 1 ആണല്ലേ. എത്രയാണ്? 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് 100 ആണ്. 100 ഇൻറ്റു 1 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ 2 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായിട്ട് നമ്മൾ മടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ന്യൂ 1 പുതിയത് എത്രയായിരിക്കും? പുതിയതിൽ 12ൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഇവിടെയും മറക്കും, 2 സെൻറ്റിമീറ്റർ അവിടെയും മറക്കും. അപ്പോൾ 4 സെൻറ്റിമീറ്റർ പോകും. അപ്പോൾ എത്രയാണ്? 8 ആയിട്ട് മാറും. അപ്പോൾ അവിടെ ബി എന്ന് പറയുന്നത് 12 - 4 ഈക്വൽ ടു 8 ആയിട്ട് മാറും. എച്ച് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഇനി അങ്ങനെയാണെങ്കിൽ 8 ഇൻറ്റു 8 ഇൻറ്റു 2 ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. എത്രയാണ്? 128 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് ഇതിലുള്ളത്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ചെയ്യുക. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ഓഫ് പാർട്സ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.